ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, ഇത് നിങ്ങളുടെ ശബ്ദമാണ്. മഹാരാഷ്ട്രയിലുള്ള 35 ലക്ഷം മലയാളികളുടെ ശബ്ദമാണ്. വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ പവേർഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃത് വേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ. ധോബി ഘാട്ടിലെ ഇനിയും പറയാൻ ഒരുപാട് കഥകളുണ്ട്. നമുക്ക് അവരുടെ കഥകളും അവരുടെ കാഴ്ചകളുമൊക്കെ തുടർന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ നോക്കൂ, ഈ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇവിടെയാണ് പണക്കാരൻ താമസിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് നടന്നു പോലും വരാൻ സ്ഥലമില്ലാതെ 300 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പാവപ്പെട്ടവൻ താമസിക്കുന്നത്. ഇത് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഇതാണ് മുംബൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മുംബൈയുടെ ധോബി ഘാട്ടിലെ വിശേഷങ്ങളാണ് നമുക്ക് കാണാം. ആ കാണുന്നതാണ് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. അവിടെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ധോബി ഘാട്ട്. മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷന് പുറകിലാണ് പ്രസിദ്ധമായ മഹാലക്ഷ്മി ധോബി ഘാട്ട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഏകദേശം 700ഓളം കുടുംബങ്ങളാണ് ഇവിടെ അലക്ക് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസ് കേട്ടാണ്, എന്നാലും ശരി, ഇതിനിടെ വന്നാണ് ആ പാവങ്ങൾ പണിയുന്നുള്ളത് അല്ലേ. बॉम्बे का सबसे बड़ा रिसाइकलिंग वर्क्स, ऑल मुंबई गार्बेज यहाँ पे आता है. यहाँ पे रिसाइकल होता है. जितना कचरा बीएमसी उठाती है वो सब यहाँ लाके फेंकती है और यहाँ पे रिसाइकलिंग होता है. അതായത് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ബോംബെയിലെ മുഴുവൻ വേസ്റ്റ്, നമ്മുടെ കച്ചറ, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടിടുന്നത്. അവിടെ ഡംപ് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് ഇത് റീസൈക്കിളിന് പോകുന്നത്. പക്ഷെ ബാസ് ബഹുത്ത് രേഖ സ്മെൽ തോഹത്തെ ഭയങ്കര മണം ഉണ്ടാവില്ലേ? മണം കാണും, പക്ഷേ മനുഷ്യൻ അതിന് കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നുള്ളതാണ്. ഇതിൽ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ക്ലിപ്പായി ഇടുന്നത് അല്ലേ. ക്ലിപ്പ്, ഇവര് ക്ലിപ്പല്ല, ഒരു ടെക്നോളജി ഉണ്ട്. ഈ കേ ടെക്നോളജി दिखाओ जरा. टेक्नोलॉजी यही है कि इसमें ऐसे फंसा के ऐसे उसके बाद ऐसे लगाने का. അടിപൊളി. അപ്പൊ ഇത് 2 കയറെന്ന് പറയാം അല്ലെ. 2 കയർ പിരിച്ചിട്ടിരിക്കുകയാണ്. പിരിച്ചിട്ടിട്ട് ഇതിന്റെ ഇടയിലേക്ക് ഈ സാധനം കയറ്റി വെക്കുന്നത്. ഇത്ര ഉള്ള പരിപാടി. തുണിക്കൊന്നും സംഭവിക്കത്തില്ല, വളരെ കൃത്യമായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കേസ്. ये यूज किया पता है आपको, ये बारिश आई तो आपने तुरंत निकाल दिया और फिर उसको खंधे पे डाल दिया. आपको क्लिप्स निकालने की जरूरत नहीं है. और तूफान आएगा ये कपड़ा गिरेगा नहीं, ये बहुत स्ट्रॉन्ग रहता है. മഴ വന്നത് പെട്ടെന്ന് തന്നെ പറിച്ച് അവർക്ക് തോളത്തിടാം. പക്ഷെ നേരെ മറിച്ച് നല്ല കാറ്റ് വരികയാണെങ്കിൽ ഇത് പറന്നു പോകത്തുമില്ല. ഇതാണ് ഇതിന്റെ ഒരു സംഗതി. കൊള്ളാം അല്ലേ പരിപാടി. यूपी में किधर? बनारस. നമ്മുടെ കാശിയിലെ ആളാണ്. കാശി मंदिर भगवान. आप आसे पास के हैं, बॉर्डर पर हैं. अच्छा, ये मुगल सराय मतलब बनारस मुगल सराय का आसे पास में है, बॉर्डर पर जाता है वहाँ से. आप केरला गए क्या? केरला वैसे सुने हैं मगर गए नहीं. बहुत पैसा मिलता है, जाओ ना. पैसा तो मिलता है, एक दिन 1000 रुपए मिलता है. സഹി ബോൾ രहा है, मिल रहा है. हाँ तो जाओ ना फिर. അല്ലേ? അല്ല, ഇവരവിടാണ് പോകേണ്ടത്. ഇവരിവിടെ 300 രൂപയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് അവിടെയുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ടും അയക്കണം. അതെ, അവരിങ്ങോട്ട് അയക്കണം. ഇവരെയൊക്കെ നമ്മൾ നാട്ടോട് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള യുവ തലമുറക്ക് പലതും പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് ധോബി ഘാട്ട്. തീർച്ചയായും ബോംബെയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ധോബി ഘാട്ടിൽ തീർച്ചയായും വന്നിരിക്കണം അല്ലേ. കാണണം എന്താണ് ഇവിടുത്തെ ഒരു ജീവിതം, രീതി, ശൈലി. ഇത് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടില്ല. കാരണം അത്രയധികം കഷ്ടപ്പെട്ടും അതേപോലെ സന്തോഷിച്ചും. പക്ഷെ അവരെല്ലാം ഹാപ്പിയാണ്. സന്തോഷം എന്നൊരു വാക്ക് നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തേണ്ടത് ബോംബെ എന്ന മഹാനഗരത്തിൽ തന്നെയാണ്. ഇത്ര നേരം ഇവിടെ നടന്നപ്പോൾ തന്നെ വിയർത്ത് കുളിച്ച് നാശമായെന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിക്കുക ഇവിടുത്തുകാരുടെ ഒരു അവസ്ഥ. അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നുള്ളത്. 7 ഏക്കർ വരെ നടക്കണം ഇത്ര ദൂരമൊക്കെ. അതായത് ഈ കടന്ന് കഷ്ടപ്പെട്ട് വിയർത്ത് ഇതെല്ലാം ചെയ്തെങ്കിലും അവർക്ക് നമ്മൾ ഈ വേദന വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല. പാവങ്ങളാണ്. കരസെ ഫോൺ ആയതാണ്. ഇലഹാബാദ് എന്നുള്ള ആളാണ്. കിത്ര സ്ഥലത്തെ കാം കർ യുപി. അവർ യുപി എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്താ പറയാ ജോഷാണ്. यूपी का चीफ मिनिस्टर साहब है ना? चीफ मिनिस्टर खास आदमी है. खास आदमी है क्या? कितना साल से काम कर रहे तुम लोग? हम लोग कर रहे हैं 2009 से. 2009 से काम कर रहे हैं. 2009 से. अच्छा, ओके. हैप्पी है, खुश है? हाँ, खुश है एकदम. और क्या चाहिए आपको? इधर कुछ फैसिलिटी ऐसा कुछ चाहिए? ऐसा बोले तो क्या चाहिए आपको? और क्या पर्सनालिटी चाहिए? इतना पर्सनालिटी बहुत मिल रहा है मेरे साथ. കിട്ടുന്നത് മതി എന്നാ പറയണ. അവര് ഹാപ്പിയാണ് അല്ലേ? है ना? खुश है ना? हाँ भैया. किसको फोन कर रहे हैं? किसको? घर से आया. घर से बीवी है. बोल दो टीवी में आ रहा है.
टीवी में आ रहा है। ऑलरेडी पहला क्या करते थे सब लोग इधर वॉशिंग करने के टाइम पे, उस समय सोल्जर का कपड़े जो रहता है ना, उसको वॉशिंग करने के लिए मल्टीपल यूजेस के लिए इधर अपना मतलब सेटअप किया। तो उस समय हाथ का वॉशिंग होता था, अभी भी आज का हाथ का वॉशिंग 2010 तक हुआ। 2010 വരയ്ക്കും അവർ കയ്യിലാണ് വാഷ് ചെയ്തിരുന്നത്. हाँ 2011 के बाद में सब मशीनरी वॉश यूज़ करने लगा। फिर इधर सब लोग अपना अपना मतलब यानी काम सेटअप करते करते गया, धीरे धीरे बिल्डअप कर गया। धोबी घाट जो ये मुंबई का एरिया है, स्पेसिफिक अपना मुंबई में ऑल ओवर मुंबई 90% होटल्स रेजिडेंशियल्स वगैरह वगैरह हुआ, और मसाज पार्लर्स एंड होटल बिगेस्ट रेस्टोरेंट्स। Okay. सारा क्लॉथ्स और रेडीमेड क्लॉथ्स और देयर इज वॉशिंग हियर। Okay. तो नया कपड़ा होता है जो नया नया आपका एक्सपोर्ट का कपड़ा होता है, बाहर का कपड़ा होता है, जिधर इधर अपना नया का कपड़ा सब इधर वॉशिंग होता है। ये जूना साड़ी है वो भी वॉशिंग होता है, ये भी फिर नया रिसाइकलिंग बन के फिर उसके बाद में नया मार्केट में सेल होता है। സോ ഇതെല്ലാം ഇവിടെ വന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് തിരിച്ച് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഇതിനെ പുതുതാക്കി പഴയ സാരികൾ വാങ്ങിക്കൊടുന്ന് അതിനെ റീഫർബിഷ് ചെയ്ത് അതെ വാഷ് ചെയ്ത് പുതിയതാക്കി ഈ ഫാഷൻ സ്ട്രീറ്റ് മാതിരിയുള്ള സ്ഥലങ്ങളിൽ ഇത് വിൽക്കും. വിൽക്കും സെക്കൻഡ് ഹാൻഡ്. അപ്പൊ ഈ വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ, വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് then that means അത് സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത് ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്. സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത് ആണ് ഏനാ? സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത് एक्चुअली No, fashion street they are completely new. Second hand clothes they sold at Chor Bazaar. It's a cheap market. अच्छा ओके So you get the market before sunrise. ओके If the sunrise at like 6:30, so till 6:30 there will be the market for 1 hour, 2 hours. Okay. That is in the early morning. Okay. So they can buy the jeans, and mostly these sarees they are using for, if they are painting the house, they have to filter the color. Okay, So okay, these okay. sarees they are using for that. They buy the sarees. Okay, But okay. if some sarees are like new, then they sold it to like Gujarat. Okay, okay. And again they bring these guys, they bring from the Gujarat and they sell in a very cheap price. They sold in the market. അങ്ങനാണ്, അല്ലാതെ ആരും ഉടുത്ത സാരികളെന്നല്ല. ഉടുത്ത സാരികളല്ല, ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ചില സാരികൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതിനുശേഷം അത് കൊണ്ടുവന്നാണ് അവർ ചെയ്യുന്നത്. സോ ആൻഡ് വാട്ട് യു എക്സ്പെക്ട് ടു ബി ദ നെക്സ്റ്റ് अनदर 10 years or another 20-30 years, how it has to be? ये धोबी घाट ऐसे होना चाहिए क्या? क्या चेंजेस चाहिए एक्चुअली चेंजेस चाहिए, टेक्नोलॉजी के साथ में अपन भी चेंज होना चाहिए। what is that you are expecting? मोस्टली मॉडर्न धोबी घाट्स। ഒരു മോഡേൺ ഡോബി ഗാർഡാണ് അവരുടെ സ്വപ്നം. അത് സാക്ഷാത്കരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു. So ये कैसा है भट्टी है. This is for the sterilizing the clothes coming from the hospitals. Okay, okay. So you can't wash directly the hospital clothes. തീർച്ചയായും അതൊക്കെയാണ് അംഗീകരിക്കുന്നത്. കാരണം സാധാരണ അവർ കൊണ്ട് വാഷ് ചെയ്യല്ല. അവരെന്താന്ന് വെച്ചാൽ കാസ്റ്റിക് സോഡ ഇട്ട് 4 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് അതിനെ വന്ന് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് വെളിയിലെടുത്ത ശേഷം മാത്രമേ അവർ വാഷ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്, കാരണം ബാക്ടീരിയ, ഫംഗസ്, ബോത്ത് ഗുഡ്. യെസ്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായി ശാസ്ത്രീയമായി നോക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും പ്രശ്നം എന്താണ്, ഇന്നും ട്രഡീഷണലിലാണ് അവർ ചെയ്യുന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് ഇവിടുത്തെ ജീൻസ് ആണ്. ജീൻസ് ഇവർ സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന സംഭവം കേട്ടോ ഇത്. ഇത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ ജീൻസ് ഉണ്ടാവും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫുൾ ഇത് ജീൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ये क्या कर रहे हो आप? ब्लू कलर है, जीन्स में मारेंगे अभी। अच्छा, जीन्स में कलर करते हो? हाँ, जीन्स में कलर चढ़ाते हैं हम लोग। ये സംഭവം കളർ ചെയ്യുന്ന പരിപാടിയാണ്. ब्लू कलर जीन्स में चढ़ाते हैं हम लोग। अच्छा, അതായത് നീല കളർ ഇതിൽ മുഴുവൻ അടിക്കും. ये देखो कलर है, एक कलर इसमें बना गया है। अच्छा, एक कलर ये है, पाउडर है। ओके. और ये देखो पैरासूट है। हाँ, ये पैरासूट है। പാരസൂട്ട് मतलब क्या है? That you shining for the white clothes. अच्छा, ഓക്കെ. അതായത് ഈ 100-നും 200-നും കിട്ടുന്ന ജീൻസ് പരിപാടിയില്ലേ, ഇതാണ് സംഭവം. ഇവിടുന്ന് കളർ അടിച്ച് ക്ലിയർ ആക്കി കൊണ്ടാണ് വിൽക്കുന്നത്. മേടിച്ച് കഴിയുമ്പോൾ പറയില്ലേ, എൻ്റെ മേത്ത് മുഴുവൻ കളറാണ്, എൻ്റെ ഇതിൽ മുഴുവൻ കളർ വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവമാണ്, ആ ജീൻസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിന് വന്നിട്ട് എന്തെന്ന് വെച്ചാൽ അതിനെ കളർ മുക്കി അവനെയാണ് 200-നും 100-നും ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇത് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഷാരൂഖ് ഖാനും ഒക്കെ ഇട്ട ജീൻസ് ആയിരിക്കും. ഞാനിട്ട ജീൻസ് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മേടിക്കുന്നവരുടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു ജീവിതം. ഇതൊക്കെ കണ്ടു പഠിക്കണം. ഡാൻസും പാട്ടുമായി ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. ഇനിയും ഒരു ഉത്സവമാണ് ഹലോ മുംബൈയിൽ. യെസ്, എ TV റിയാലിറ്റി ഷോ, നാട്യോത്സവം സെലിബ്രേറ്റിംഗ് ദ ട്രഡീഷൻസ്. ഞാനെന്താ ഈ പരിപാടി എന്നായിരിക്കും. അവിടെ നമ്മുടെ നാട്യോത്സവത്തിന്റെ റെക്കോർഡിങ്ങിലാണ്. എൻ്റെ ഒപ്പം ഇന്ന് കലാകാരന്മാരും എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിനുമുമ്പ് നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
നിങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് എല്ലാവർക്കും അറിയാം എന്തിനാണ് നമ്മൾ പാട്ട് പാടാൻ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലെ പ്രതിഭകൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് നമ്മുടെ മലയാളി കുട്ടികൾക്ക് വേണ്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഡാൻസുകാർ ഇത് കഴിഞ്ഞ് വരും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു, റെക്കോർഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? മാറ്റിക്കോ, നമ്മൾ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ മാറ്റാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ? പണ്ട് രണ്ടുപേരും ഒന്ന് മൂളിക്ക്, ഏതായിരുന്നു? ഇതാണ് സംഭവം. അപ്പോൾ എൻ്റെ റെക്കോർഡിംഗ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കലാകാരിമാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ദേവിക അല്ലേ? ഓക്കെ. ആ നന്യ കാർത്തിക ദീപം. അപ്പൊ കായും ആയും ദേവുമാണ്. ഇവര് 3 പേരുമാണ് ഈ ഇൻട്രോ സോങ് പാടിയിരിക്കുന്നത്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം അല്ലേ, അങ്ങനെ കിട്ടില്ലേ എന്ന പോലാണ് നമ്മുടെ ബോംബെയിൽ എവിടെ നോക്കിയാലും നല്ല അടിപൊളി കലാകാരിമാരാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അല്ലേ. അപ്പൊ നിങ്ങളുടെ ഈ പേരിനോട് ചേർത്ത് വല്ല പാട്ടുണ്ടോ ദേവിക? അങ്ങനെയുള്ള പാട്ടുണ്ടോ? നിന്മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. അപ്പൊ അടുത്തതിനെയും കാർത്തിക പാടും. പക്ഷെ കാർത്തിക ദീപം എന്നൊരു അടിപൊളി പാട്ടുണ്ട്. അയ്യോ, കാർത്തിക ദീപം എനിക്കും കൂടി അറിയണ്ടേ. ഓക്കെ, അപ്പൊ കാർത്തിക് അറിയാവുന്നൊരു അടിപൊളി പാട്ട് പാടും. താനേ പൂവിട്ട മോഹം മൂഖം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. ഏതാണ് അനനയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഏതാ? അല്ലെ കൂടുതൽ ഇഷ്ടം ഏതാ? ക്ലാസിക് ആണോ അടിച്ചുപൊളി പാട്ടാണ്? ഇപ്പൊ നമ്മൾ ഇന്ന് റെക്കോർഡിംഗ് പാടുന്നത് നമ്മൾ അടിച്ചുപൊളി പാട്ടായിരുന്നു അല്ലേ. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട്? എനിക്ക് കുറച്ച് മെലഡി. അപ്പൊ ഒരു മെലഡി സോങ് ആവാം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. ആഹാ, ഗുഡ്. നിങ്ങൾക്ക് 3 പേർക്ക് എനിക്കൊന്ന് ഇഷ്ടം ഈ മെലഡി സോങ്സ് ആണെന്ന് തോന്നല്ലേ. ഒരുപാട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, അവാർഡ് കിട്ടിയ ആളാണ്. അത് എന്തൊക്കെയാലും ഇതിന്റെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിന്റെ മലയാളം പറഞ്ഞേ കണ്ടു. അപ്പൊ എല്ലാരും മറക്കാതെ കാണണം. ഓക്കെ, ശിവക്ഷേത്രം ഇതൊരു അത്ഭുതം തന്നെയാണ്. അതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ശിവലിംഗം ദർശിക്കാൻ സാധിക്കും. അതിപ്പോ ഒരു വെള്ളി കൊണ്ട് വെച്ചിരിക്കും. 1000 വർഷം പഴക്കമുള്ള ഭാരതത്തിലെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അംബർനാഥ് ക്ഷേത്രം. ഈ അംബർനാഥ് ക്ഷേത്ര വിശേഷങ്ങളുമായി ഞായറാഴ്ച രാവിലെ 9:30 ജനം ടിവിയിൽ ഹലോ മുംബൈയിൽ കാണാൻ മറക്കരുത്. അപ്പം ഞാൻ കുറച്ചു മുമ്പ് പരിചയപ്പെടുത്തത് ഗായികമാരെയാണ്. പക്ഷെ ഇതിന്റെ പുറകിൽ വേറെ 2 ടീമുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എഴുതുന്നൊരു കക്ഷിയാണ്, രാജൻ കണത്തിങ്ങര. ഒന്ന് മൈക്ക് കൊണ്ടുവിടുന്നേ. രാജേട്ടനാണ് ഇതിന്റെ വരി എഴുതിയിരിക്കുന്നത്, നാട്യോത്സവത്തിന്റെ അല്ലേ. ഇതാണ് ഇത്ര പെട്ടെന്ന് വരികൾ വരുന്നത്. ഞാൻ സാറിന് പിന്നെ ഞാൻ വേറൊരു കാര്യം അറിയൂ. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കും, എനിക്ക് 2 വരികൾ വേണം. പറഞ്ഞ എപ്പോഴാ വേണ്ടേ എന്ന് ചോദിക്കും. പറഞ്ഞ എനിക്ക് വൈകുന്നേരം ഷൂട്ട് 5 മണിക്കാ, ഒരു 4:45 വിളിക്കും. അല്ല 1 മണിക്കൂർ ഇല്ല, 1 മണിക്കൂർ മുമ്പ് തരില്ല. സ്വിച്ച് ഇട്ടാപ്പ് എഴുതും. അതെന്താണ് സംഭവം? എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയും? ബുക്ക് 4 ബുക്ക് എഴുതിയിട്ടുള്ളൂ. 4 ബുക്ക് അല്ല, 4 ബുക്കും പ്രകാശനം ചെയ്തതാണ്. 4 ബുക്കും പ്രകാശനം. അതിൽ പ്രകാശനം ഒരാളുടെ പേരൊന്ന് പറയാമോ? കൂടെ എൻ്റെ ഏറ്റവും റണ്ണിങ് ആയ പുസ്തകമായിരുന്നു കാലഭേദങ്ങൾ എന്ന കവിത. അത് മഹാനായ JP ആണ് ചോദിച്ചു പറയേണ്ടി വന്നു. ഞാനറിയാം ബുക്ക് പ്രകാശനം അന്ന് ജയരാജ് വാര്യരുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെയാണ് നമ്മുടെ വിനയൻ ചേട്ടൻ. വിനയനെ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹം നാടൻ പാട്ടിന്റെ ഉസ്താദാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഈ ഗായികമാർക്ക് വേണ്ടി സംഗീതം അല്ലേ, സംഗീതം അദ്ദേഹത്തിന്റെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതല്ലേ, വാദ്യോപകരണങ്ങളും എല്ലാം വളരെ ഭംഗിയായി ഉപയോഗിക്കുന്ന ഒരു കലാകാരനാണ്. ചേട്ടാ 2 വരി ഒന്ന് പാടാമോ?
ഇത് ഏത് എന്താ എനിക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ എങ്കിലും ഏത് രാഗത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഫോക്ക് നമ്മൾ രാഗം നോക്കിയിട്ടല്ല, നമ്മളതിൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ ഒരു ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി. കാരണം നമ്മൾ ഒരു ഫോക്ക് സോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക കലാഭവൻ, കുട്ടപ്പൻ, ഇതിന് ഇപ്പോഴത്തെ പ്രസീത, ഇങ്ങനെയുള്ളവരുടെ ഗാനങ്ങളാണ് കൂടുതലും അല്ലേ? നമ്മൾ ഫോക്ക് എന്ന് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഫോക്ക് ടൈപ്പ് ഹമ്മിങ്ങുകൾ, അപ്പോൾ ഏതാണ് സിറ്റുവേഷൻ നോക്കിയിട്ട് അത് ആ രീതിയിലുള്ള ഹമ്മിങ്ങുകൾ എടുത്തിട്ട് ആ ഹമ്മിങ്ങിൽ നിന്ന് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഈ ടൈപ്പ്. എനിക്കൊരു സംശയം, ഈ നമ്മുടെ ഈ ഫോൾക്കിന്റെ ആദ്യ രൂപം നമ്മളിപ്പോൾ തേക്ക് പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ അല്ലേ ഇതിന്റെ അതൊക്കെ അല്ലേ ഇതിന്റെ ആദ്യ രൂപങ്ങളായിട്ട് വരും? തേക്ക് പാട്ട്, പിന്നെ മറ്റേ ഈ ഞാറ്റുപാട്ട്, പാടത്തൊക്കെ ഇറക്കി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പാടുന്നത് അങ്ങനെയുള്ളതാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ ഏറ്റവും പുരാതനമായിട്ടുള്ള നാടൻപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തി തിത്തോം 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 തകർത്തി തിത്തോം തോം തിത്തോം ത ചീരമനും തകർത്തിത്തോം ചീരമനും ചീതയും കൂടി ദണ്ഡകാരണ്യത്തിൽ വാഴും കാലം മാരീചനും തോം തിത്തോ മാരീചനൊരു പൊന്മാനായി അമ്മ വീടെ ചെന്നു. പക്ഷെ ഈ ടൈപ്പ് പാട്ടുകൾ ഇപ്പൊ പാടി കഴിഞ്ഞ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. ഇഷ്ടമാണോ ഇങ്ങനത്തെ പാട്ടൊക്കെ? ഇഷ്ടമാണോ? ഇപ്പൊ കേട്ടപ്പോൾ അതെ, ആദ്യമായിട്ട് കേൾക്കാണ് അല്ലേ? അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇവർക്ക് ഇഷ്ടമുള്ള പാട്ട് എന്നറിയില്ല, ഏത് ഇഷ്ടമുള്ളതാണ്? കാർത്തിക ദേഖയുടെ ഒരു പാടും. മണിക്കോയിലേ മണിക്കോയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മിനുമിന്നണ മിന്നല്ലേ ചിന്നരിവാതിൽ മെല്ലെ അടഞ്ഞു മല്ലിക വിൽക്കണിയേ. ആഹാ, ശരിക്കും പറഞ്ഞാല് എനിക്കങ്ങനെ അസൂയ തോന്നാറില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് അല്ലേ? ചേട്ടൻ തോന്നിയില്ലേ ഒരു ചെറിയൊരു അസൂയ? എന്താണെന്നറിയോ, അസൂയക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെടാനുള്ളതുണ്ട്. കാരണം ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല, ഇനിയുണ്ട് ഒരുപാട് കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പാട്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ നമ്മൾ രാജൻ എഴുതി, ഞാൻ ട്യൂൺ ചെയ്തു, അത് അവരെ ഇരുത്തി നമ്മൾ പറഞ്ഞു കൊടുത്ത സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അവരെ സാധനം നമുക്ക് നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ അവർ പാടിത്തരാണ്. പക്ഷേ എനിക്കുള്ളതിലുള്ളൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊന്നും വേണ്ടത്ര പ്രോത്സാഹനം നമ്മുടെ തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അർഹതയില്ലാത്തവർക്കാണ് ശരി. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന അർഹതയില്ലാത്തവരാണ് ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ട്. അല്ല, അത് നമ്മൾ പണ്ട് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല് പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ്. കറക്റ്റ്, മണമില്ലായിട്ടൊന്നുമല്ല, മണമുണ്ട്. അതൊരു ഇപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു വിഭാഗം ആൾക്കാർ അത് പോട്ടെ, അത് ഒരു സർക്കിളാണ് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്ന ആൾക്കാർക്ക് അല്ല, നാട്ടിൽ നിന്ന് സെലിബ്രിറ്റികൾ വരിക, അവരുടെ ഒപ്പം കുറച്ച് ഫോട്ടോ എടുക്കുക, പിന്നെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അതെ പൈസയാണ്. അപ്പൊ അത് എല്ലാം കൂടെ ഒരു ആണ് സംഭവം. അപ്പൊ നമുക്ക് ദേവികയുടെ ഒരു പാട്ട് കേൾക്കാം. ദേവിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പിടിച്ചു. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ ആൺപൂവാണേലമ്പലപ്പുഴയുണ്ണിക്കണ്ണനു പൂജയ്ക്ക് പെൺപൂവാണേലാഹ മറ്റൊരു കാർവർണ്ണനു മാലയ്ക്ക് കല്യാണി കളവ. അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടുണ്ടാ? പോണം കേട്ടോ, കണ്ണനെ കാണണം. ഏത് പാട്ടാണ് മാഡം ഇഷ്ടമുള്ള പാട്ടേതാ? മോക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്? എനിക്ക് അന്യന കണ്ണെഴുതി. അനന്യ കണ്ണെഴുതിയ? അന്യന കണ്ണെഴുതിയ. ഓക്കെ. അന്യന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു.
ശരിക്കും രാജേട്ടാ, ഈ പാട്ട് കേൾക്കുമ്പോഴല്ലേ ആ പഴയ ഒരു കാലത്ത് ഓർമ്മ അല്ലേ? വല്ലാത്തൊരു ഗൃഹാതുരത്വം, ഭയങ്കര ഒരു നമ്മളറിയാതെ തന്നെ ഒരു ഭക്തിയിലേക്കാണ് എലിഞ്ഞു ചേരുന്നൊരു സംഭവം. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഗാനങ്ങളൊന്നും വരുന്നില്ല ആക്ച്വലി അല്ലേ? ഇപ്പം അതായത് നമ്മുടെ സംഗീത ലോകം വളരെ മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ട്രാക്കുകൾ ഇതൊക്കെ വളരെ സ്ലോ ഇതിൽ പാടുന്നില്ല, അത് നമ്മളിങ്ങനെ അലിഞ്ഞു ചേരുകയാണ് അതിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇവരെല്ലാവരും ഉണ്ടല്ലോ, എന്തുകൊണ്ട് രാജേട്ടന് നല്ല കുറച്ച് വരികൾ എഴുതുക, വിനഞ്ചേട്ടാ താങ്കൾ ഇത് ട്യൂൺ ചെയ്യുക, നമ്മുടെ ഈ കുട്ടികൾ പാടട്ടെ, നമുക്കൊരു ആൽബം ഇറക്കണം. എന്താ, നമുക്ക് തീർച്ചയായും ഒരു ആൽബം ഇറക്കണം. അതിനു മുമ്പ് എന്തൊക്കെയാലും നിങ്ങൾ ഏത് പരിപാടി കാണുന്ന പറയുക, നാട്യോത്സവം കാണണം. നിങ്ങളുടെ ഏവരെയും പ്രോത്സാഹനവും പ്രചോദനവും അതാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും കാത്തിരിക്കുക. അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ആൻഡ് പ്ലീസ് ഫോളോ us on our social media. Till then, take care and bye bye. फिर मिलेंगे हम. അങ്ങനെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി സംപ്രേഷണം ചെയ്തിരുന്ന ഋഷിക്കിൻ്റെയും സുധീഷിൻ്റെയും കഥ നിങ്ങളേവരും കേട്ട് കാണും. ഞങ്ങൾക്ക് നിരവധി പേരാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടത്, നിരവധി മെസ്സേജിൽ വരികയുണ്ടായി. അതിലെനിക്ക് വളരെ ടച്ചായ ഒരു കാര്യമെന്ന് പറയുന്നത്, സുധീഷിന് അത് ഞങ്ങളോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സുധീഷിൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എന്നെ വിളിക്കുകയുണ്ടായി. അതുപോലെ രാജൻ കണറ്റിങ്ങർ എഴുതിയിരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ പരിപാടി കണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു. അച്ഛൻ പട്ടാളത്തിൽ ആ യുദ്ധത്തിലാണോ മരിച്ചത്? ഇനി അടുത്തത് എനിക്ക് മറ്റൊരു ആഗ്രഹം, എൻ്റെ പേഴ്സണലായ ഒരു ആഗ്രഹമാണ്, ഋഷിക്കിൻ്റെ കല്യാണത്തിന് പങ്കുചേരണം എന്നുള്ളത്. എന്തെങ്കിലും ഋഷിക്ക് വിളിച്ചില്ലേലും ഞങ്ങൾ ആ കല്യാണത്തിന് എത്തിയിരിക്കും. ഒരു കല്യാണ കാലം കണ്ടിരി ആൾറെഡി കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യും, ഞാൻ ഈ സംഭവം പതുക്കെ അവരോടൊന്ന് അവതരിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പഴയ കുറേ ഓർമ്മകൾ, പിന്നെ നടക്കാത്ത കുറേ സ്വപ്നങ്ങൾ. പക്ഷേ ഈ ഓർമ്മകൾക്ക് മാധുര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്വപ്നങ്ങൾക്കും ചിറകുകൾ വരുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാലും നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാമിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങിയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിൽ, മറ്റൊരു എപ്പിസോഡ്. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. फिर मिलेंगे. हेलो मुंबई, हेलो मुंबई, हेलो मुंबई. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ